ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ, പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേതിൻ കഥയാൽ എന്നെ നിറച്ചിടുകേ. കരുണാസാഗരമേ നിൻ കരുതൽ ഓരോ നിമിഷവും അനുഭവിപ്പാൻ തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ 34 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ എപ്പിസോഡിൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്നും അല്പകാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്നും ആ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നും ചില ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ 3-ന്റെ 1 ഇങ്ങനെ വായിക്കുന്നു: സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ വായിച്ച വേദഭാഗത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ആദ്യ ഭാഗം വളരെ വിശദമായി നാം ചിന്തിക്കുകയുണ്ടായി. ആദ്യ ഭാഗത്ത് നാം കണ്ടത് ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. ഇത് നമ്മുടെ കർത്താവിനെ കുറിച്ച് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലായിട്ട് അത് പൂർണ്ണതയെ കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നിന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ 7 വിധ പ്രവൃത്തികളെക്കുറിച്ച് അവിടെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യെശയ്യാ പ്രവചനം 11:2 2-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗം നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ 7 വിധ പ്രവൃത്തികളെക്കുറിച്ച് ആ ഭാഗം വിശദമായി നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭയുടെ ദൂതന്മാരാകും. അതെല്ലാം നാം കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ വിശദമായി നാം ചിന്തിച്ചതാണ്. ഇന്ന് അതിൻ്റെ 2-ാം ഭാഗത്തു നിന്നും ചില ആലോചനകൾ നമുക്ക് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ 2-ാം ഭാഗം ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഇവിടെ 7 സഭകളോടുള്ള ബന്ധത്തിലും ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്നുള്ള ആ വാക്യശകലം ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഓരോ സഭയോടുള്ള ബന്ധത്തിലും വ്യത്യസ്ത നിലകളിൽ അവരുടേതായിരിക്കുന്ന അവസ്ഥയെ
വെളിപ്പെടുത്തുമ്പോൾ താൻ പറയുന്ന വാക്കാണ് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇവിടെ സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രവൃത്തി എന്താണ് എന്നുള്ളത് അവിടെ കാണിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിച്ചത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മറ്റ് സഭകളെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ ചില സഭകളെക്കുറിച്ച് അവരുടെ നല്ല ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷമാണ് അവരുടെ തെറ്റിനെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ആ തെറ്റിനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ എടുത്ത് പറയുന്നത്. അവിടെ പ്രാരംഭമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ തെറ്റിനെക്കുറിച്ചാണ്. അപ്പോൾ അവരുടെ തെറ്റ് എത്രത്തോളം ഗൗരവമാണ്, പാപം എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളത് അവിടെ ഓർപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. എന്താണ് അവരുടെ തെറ്റ്, അവരുടെ കുറ്റം? നീ ജീവനുള്ളവനെങ്കിലും നീ മരിച്ചവനാകും. അപ്പോൾ അവനെ സംബന്ധിച്ച് ജീവനുള്ളവൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. കാരണം അവൻ്റെ ഉള്ളിൽ ജീവനില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് കേവലം ശത്രുക്കൾ പറയുന്ന വാക്കല്ല. സഭയുടെ നിജസ്ഥിതി അറിയാവുന്ന, സഭയുടെ നടുവിൽ ഉലാവുന്ന സഭാകാന്തനായ കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴും അവർ പറയുകയാണ്, ഞങ്ങൾ ജീവനുള്ളവരെന്ന് പേരുണ്ട്, ജീവനുള്ളവരാണ്, ഞങ്ങൾക്ക് പ്രവൃത്തിയുണ്ട്, ഞങ്ങൾക്ക് പല ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ തൽപരരാണ് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് തന്നെത്താൻ പുകഴുന്ന, പ്രശംസിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഉള്ള് പൊള്ളയാണ്. അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. ആത്മീയമായി അവർ മന്ദത അനുഭവിക്കുന്നവരാണ്. അങ്ങനെ വിവിധ നിലകളിൽ അവരുടെ പരാജയം അവിടെ എടുത്തു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥ കർത്താവ് പറയുകയാണ്, നിനക്ക് ജീവനുള്ളവൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലസഭകളോട് കർത്താവിന് എന്താണ് പറയുവാനുള്ളത്? നമ്മൾ പറയും ഒരു കുഴപ്പവുമില്ല. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുമ്പോഴും നാം പറയാറുണ്ട് ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. വളരെ ഭയത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഉള്ള അവസ്ഥ അറിയാവുന്ന കർത്താവ് ഇവിടെ പറയുകയാണ്, നീ മരിച്ചവനാകും. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് നമുക്കങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ ആ കാര്യങ്ങളും, ആത്മീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നാം അതിൽ പുകഴുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ നമ്മുടെ സഭയുടെ, നമ്മുടെ ഉള്ള അവസ്ഥ, നമ്മുടെ നിജസ്ഥിതി അറിയാവുന്ന കർത്താവ്, സഭാകാന്തൻ ഇവിടെ പറയുകയാണ്, നീ മരിച്ചവനാണ്, നിൻ്റെ ഉള്ളിൽ ജീവനില്ല. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നാം തിരിച്ചറിയണം. ഇത് നാം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ചിലപ്പോൾ അത് കാണാൻ കഴിയില്ല. എന്നാൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നാം നോക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നാം നോക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുറവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. നമുക്കറിയാം, യോഹന്നാൻ്റെ
ഒന്നാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളും നിർമ്മലനായിരിപ്പീൻ എന്നുള്ള ഒരു വചനം നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് എങ്ങനെയായിരിക്കുന്നുവോ അതേ നിലയിൽ നാം ആയിരിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഉള്ള അവസ്ഥ എങ്ങനെയിരിക്കുന്നു? വളരെ ഭയത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ക്രമീകരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ ആ നിലയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.